നമസ്തേ. മഞ്ചരി നാട്യകലാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൃത്തത്തെ ഇഷ്ടപ്പെടുന്നവർക്കും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്നവർക്കുമായി ഞങ്ങൾ ഓൺലൈനിൽ അവസരമൊരുക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് നാട്യോൽപത്തിയെക്കുറിച്ച് അല്പം സംസാരിക്കാം. ത്രേതായുഗത്തിൽ വേദപഠനം കുറഞ്ഞപ്പോൾ ജനങ്ങൾ അവരുടെ ധർമ്മം മറന്ന് തെറ്റായ ജീവിത രീതിയിലൂടെ സഞ്ചരിക്കുകയുണ്ടായി. അങ്ങനെ ദിക്പാലകന്മാർ ബ്രഹ്മാവിനോട് വിനോദപരവും കണ്ടും കേട്ടും പഠിക്കാൻ സാധിക്കുന്നതും വിദ്യ ആഗ്രഹിക്കുന്ന ആർക്കും അത് ലഭ്യമാകുന്ന വിധത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം 4 വേദങ്ങളുടെയും സാരാംശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 5ാമത് ഒരു വേദം സൃഷ്ടിക്കുവാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ബ്രഹ്മാവ് ഋഗ്വേദത്തിൽ നിന്ന് പാഠവവും യജുർവേദത്തിൽ നിന്ന് അഭിനയവും സാമവേദത്തിൽ നിന്ന് സംഗീതവും അഥർവവേദത്തിൽ നിന്ന് രസവും സ്വീകരിച്ച് 5ാമത്തെ വേദമായ നാട്യവേദം സൃഷ്ടിച്ചു. നാട്യവേദം എങ്ങനെ നാട്യശാസ്ത്രം ആയി എന്ന് നോക്കാം. സാധാരണയായി പറയുകയാണെങ്കിൽ വേദം എന്നത് അറിവ് എന്നാണ്. അറിവിനെ പ്രയോഗിക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ യുക്തിപൂർവം തയ്യാറാക്കിയെടുത്താൽ അത് ശാസ്ത്രമായി തീരും. ഇതിനായി ബ്രഹ്മാവ് ഈ നാട്യവേദം ഭരതമുനിയെ ഏൽപ്പിച്ചു. ഭരതമുനി തൻ്റെ 105 പുത്രന്മാരുടെ സഹായത്തോടെ 3 അവതരണ സമ്പ്രദായങ്ങൾ തയ്യാറാക്കി. ഈ അവതരണ സമ്പ്രദായത്തെ വൃത്തികൾ എന്ന് അറിയപ്പെടുന്നു. ഏതൊക്കെയാണെന്നാൽ സംഭാഷണ പ്രധാനമായ ഭാരതീ വൃത്തി, ഉദാഹരണത്തിന് ചാക്യാർകൂത്ത്, കഥാപ്രസംഗം, പാഠകം മുതലായവ. 2 ഭാവപ്രകടന പ്രധാനമായ സാത്വതീ വൃത്തി, മോഹിനിയാട്ടം, കഥകളി മുതലായവ. 3 ചടുലവും വിപുലവുമായ ശരീര ചലനപ്രധാനമായ ആരവടി വൃത്തി, ഉദാഹരണത്തിന് തെയ്യം, പടയണി, കളരിപ്പയറ്റ് മുതലായവ. നൃത്തപ്രകടനം കണ്ട ബ്രഹ്മാവ് ശൃംഗാര ലാസ്യ പ്രധാനമായ കൈശികി വൃത്തി കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. സ്ത്രീകളെ ഉൾപ്പെടുത്താതെ നാട്യപ്രയോഗത്തിന് പൂർണ്ണത കൈവരില്ല എന്നതിനാൽ ഇത് കൈകാര്യം ചെയ്യാനായി 24 അപ്സരസ്സുകളെ സൃഷ്ടിച്ചു. എല്ലാം ചിട്ടപ്പെടുത്തിയതിനു ശേഷം ഇന്ദ്രന്റെ ധ്വജോത്സവത്തിൽ മഹേന്ദ്ര വിജയം എന്ന കഥ ആദ്യമായി അവതരിപ്പിച്ചു. അസുരന്മാർ പരാജയപ്പെടുന്ന ഈ കഥയിൽ പ്രതിഷേധിച്ച് അവർ ബഹളമുണ്ടാക്കി. അവരിൽ പ്രധാനിയായ വിരൂപാക്ഷനെ വരുത്തി ബ്രഹ്മാവ് നാട്യത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കി കൊടുത്തു. ഭാവിയിൽ നാട്യകലയെ സംരക്ഷിക്കാനായി നാട്യഗൃഹം നിർമ്മിക്കാൻ ബ്രഹ്മാവ് വിശ്വകർമാവിനോട് ആവശ്യപ്പെട്ടു. അവിടെ ദേവന്മാർക്കും അസുരന്മാർക്കും തുല്യ പ്രാധാന്യമുള്ള അമൃതമഥനം എന്ന കഥ അവതരിപ്പിച്ചു. അതിൽ എല്ലാവരും സംതൃപ്തരാവുകയും നാട്യ പ്രയോഗം സഫലമാവുകയും ചെയ്തു. ഭരതന്റെ നാട്യ അവതരണം കണ്ട് പ്രസന്നചിത്തനായ പരമശിവൻ പൂർവരംഗവിധിയിൽ നൃത്തം യോജിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശിവന്റെ ശിഷ്യനായ തണ്ടുമുനിയാൽ നിർദ്ദേശിക്കപ്പെട്ട നൃത്ത ചലനങ്ങളെയാണ് നാട്യശാസ്ത്രത്തിൽ താണ്ഡവം എന്ന് പറയുന്നത്.
ഇതാണ് ഭരതൻ്റെ നാട്യോൽപത്തി സങ്കല്പം. നാട്യോൽപത്തിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇത് ഒരു ലഘു വിവരണം മാത്രമാണ്. നമസ്തേ, ശ്രീ ഗുരുഭ്യോ നമ. ഞാൻ ഗോപിക, മഞ്ചരി നാട്യകലാലയത്തിലെ വിദ്യാർത്ഥിനിയാണ്. ഇന്നിവിടെ എന്നതവും ചെയ്തനെ എന്ന പദമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കാപ്പിരാഗത്തിൽ ആദ്യ താളത്തിലാണ് ഈ പദം ചെയ്ത്. യശോദയോട് ചോദിക്കുകയാണ്, എല്ലയോ യശോദെ, പരബ്രഹ്മാവായ ഭഗവാൻ അമ്മേ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുവാനും ഭഗവാൻ കൃഷ്ണനെ പൊക്കിയെടുത്ത് കയ്യിലേന്തി മാറോടണച്ച് മുലയൂട്ടുവാനും താരാട്ട് പാടുവാനും എന്ത് തപസ്സാണ് ഭവതി ചെയ്തിരിക്കുന്നത്? സനകാദി മുനീശ്വരന്മാർ പോലും വർഷങ്ങളോളം കഠിന തപസ് ചെയ്തിട്ടും ലഭിക്കാത്ത ഭാഗ്യം എങ്ങനെയാണ് ഭവതിക്ക് സിദ്ധിച്ചത്? ബ്രഹ്മാവ്, ഇന്ദ്രൻ മുതലായവർക്ക് പോലും അസൂയപ്പെടുവാനിടയാക്കിയ എന്ത് അതിശയമായ തപസ്സാണ് ഭവതി അനുഷ്ഠിച്ചിരിക്കുന്നത്? വരൂ, നമുക്ക് കാണാം. എന്നത്തവം ചെയ്തനെ യശോദ എന്നത്തവം ചെയ്തനെ യശോദ എന്നത്തവം ചെയ്തനെ യശോദ എന്നത്തവം ചെയ്തനെ Say
Yashoda